ബഹുമാന്യരായ പത്ര, ദൃശ്യ, ശ്രാവ്യ മാധ്യമപ്രവർത്തകർക്ക് ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്ന് നിങ്ങളെ ഇവിടെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ കൂടെ സുപ്രസിദ്ധനായ സിനിമ ചലച്ചിത്ര രംഗത്തെ പ്രതിഭയായ മേജർ രവി അദ്ദേഹമാണ്. അതോടൊപ്പം ബ്രിഗേഡിയർ മോഹൻ പിള്ള, ശ്രീ രാജ്മോഹൻ കോട്ടയം, വിംഗ് കമാൻഡർ അനിൽ മാലിയത്ത്, അതുപോലെ സർവശ്രീ അയർക്കുന്നം രാമൻ നായർ. എൻ്റെ പേര് ഡോക്ടർ CR വിനോദ് കുമാർ. NSS സംരക്ഷണ സമിതിക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളക്കരയിൽ ഏതാണ്ട് 115 വർഷമായി വളരെ സ്തുത്യർഹമായി മന്നത്താചാര്യനും അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകളും പടുത്തുയർത്തിയ ഒരു മഹാവൃക്ഷമാണ് നായർ സർവീസ് സൊസൈറ്റി. ഇന്ന് കേരളത്തിലെ സാധാരണ സമൂഹം ആ സംഘടനയെ വളരെ ഇകഴ്ത്തി കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം ആ നായർ സർവീസ് സൊസൈറ്റിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ അധസ്ഥിത വിഭാഗത്തിൻ്റെ മോചനത്തിനു വേണ്ടി സവർണ ജാഥ അടക്കം നടത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ സമൂഹത്തിലെ ആളുകൾക്ക് വേണ്ടി പടുത്തുയർത്തി ഗംഭീരമായി മുന്നോട്ട് വന്ന കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ പിൻതലമുറയിൽ ശക്തമാക്കപ്പെട്ട സംഘടന രാഷ്ട്രീയ, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിലെല്ലാം സ്തുത്യർഹമായ സേവനം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇന്നത്തെ അവസ്ഥ, പടുത്തുയർത്തിയ സരസ്വതി ക്ഷേത്രങ്ങൾ ഒന്നൊന്നായിട്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ രംഗത്ത് ധാർഷ്ട്യവും ഇന്ത്യൻ രാഷ്ട്രപതിയെ പോലും ഓടിക്കുന്ന തരത്തിലുള്ള സമീപനവും ഈ സമുദായത്തിലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച, ഞാൻ വൈക്കം താലൂക്ക് NSS യൂണിയൻ്റെ പ്രസിഡൻറ്റും ഡയറക്ടർ ബോർഡ് അംഗവുമായിരുന്നു. ഞങ്ങളെല്ലാം തന്നെ ഓരോ കരയോഗങ്ങളുടെ, എല്ലാ താലൂക്ക് യൂണിയൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളാണ്. പക്ഷേ സ്വതന്ത്രമായി ചിന്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്താൽ ഈ സംഘടനയിൽ സ്ഥാനമില്ല എന്നുള്ള നിലയിൽ സ്ഥാനങ്ങൾ വലിച്ചെറിഞ്ഞ് പുറത്തു വന്ന ആളുകളാണ്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ 50 ഏക്കർ സ്ഥലം ഇന്ന് NSSന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വ്യവഹാരം നടത്തി അതാരാണോ ദാനം ചെയ്ത ആളുകൾ തിരിച്ചു മേടിച്ചു. ആദർദാസ് സ്വാമി നൽകിയ ഹോമിയോ മെഡിക്കൽ കോളേജ് നിങ്ങൾ സൈറ്റിൽ കയറി തപ്പിയാൽ മനസ്സിലാവും, മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം ഇല്ലാതായി നിൽക്കുകയാണ്. ഈ വർഷം മുതൽ ആ സംഘടനയ്ക്ക് മെഡിക്കൽ കൗൺസിൽ അംഗീകാരം ഇല്ലാതായി. ചേർത്തല NSS കോളേജിൽ നിന്ന് ഏതാണ്ട് 4.5 കോടി രൂപയുടെ ധാതു മണൽ രഹസ്യമായി കച്ചവടം ചെയ്ത് ആ കോളേജിൻ്റെ പരിസരം മുഴുവൻ വലിയ ചതുപ്പും കുളവുമാക്കി മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ്. ഇതുപോലെ തന്നെയാണ് നെന്മാറക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നെന്മാറ കോളേജിൻ്റെ പരിസരത്തും മണ്ണുമാന്തലും കല്ലുവെട്ടും ചെങ്കൽ കോറികളും എല്ലാം. ഇതെല്ലാം ഡയറക്ടർ ബോർഡ് അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ ഈ പ്രസ്ഥാനം ഇങ്ങനെ പോയാൽ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിന് വലിയ സേവനം ചെയ്ത പല കലാലയങ്ങളും, MG കോളേജിൻ്റെ ചരിത്രം തിരുവനന്തപുരംകാരോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സ്കൂളുകളുടെ കാര്യങ്ങൾ അതിലും അധോഗതിയാണ്. അപ്പോൾ ഈ സംഘടനയെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ച് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ NSS സംരക്ഷണ സമിതി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്രീഫായിട്ട് തന്നിട്ടുണ്ട്. ഞങ്ങൾ നാളെ മന്ദം ക്ലബിൽ നടക്കുന്ന ഒരു പുസ്തകം, കാരണം ഈ സംഘടന എന്തുകൊണ്ട് ഇങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ കഴിഞ്ഞ 2-3-4 വർഷങ്ങളായി ഗവേഷണം നടത്തി. കന്യാകുമാരിയിൽ നഷ്ടപ്പെട്ട വസ്തുവിൻ്റെ സ്ഥലത്ത് പോയി അതെങ്ങനെ കച്ചവടം ചെയ്തു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം, അതിൻ്റെ ആധാരം അടക്കമുള്ള കാര്യങ്ങൾ. 8 ലക്ഷം രൂപയ്ക്ക് കന്യാകുമാരിയിൽ വിറ്റ വസ്തുവിൻ്റെ ആധാരം, വഴിയില്ലാത്ത സ്ഥലത്ത് ചങ്ങനാശ്ശേരിയിൽ ഒരു സെൻറ്റിന് 18 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതിൻ്റെ ചരിത്രം. ഇങ്ങനെ ഈ സംഘടനയിൽ നടക്കുന്ന ജീർണിച്ച ഒരുപാട് കാര്യങ്ങളെ തെളിവ് സഹിതം ഒരു പുസ്തക രൂപത്തിലാക്കി ഞങ്ങൾ തയ്യാറാക്കി അത് സമുദായ മധ്യത്തിലും ജനസാമാന്യത്തിന് മുമ്പിലും, കാരണം ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ദേവദാരുവിലെ ഇത്തിൾ കണ്ണികൾ എന്ന് പറയുന്ന പുസ്തകം. നാളെ റിലീസ് ചെയ്യുന്നത് മുൻ മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറാണ് ഏറ്റുവാങ്ങുന്നത്. TP ശ്രീനിവാസൻ സാറാണ്. പ്രമുഖരായ പല വ്യക്തികളും പങ്കെടുക്കും. മന്ദം ക്ലബിലാണ്. ആദരണീയനായിട്ടുള്ള രവി സാറ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. ഞാൻ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
എല്ലാ മാധ്യമപ്രവർത്തകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ NSS കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ബിക്കോസ് ഇത് തുടങ്ങി വെച്ചിട്ടുള്ളതും മന്നത്ത് ആചാര്യൻ്റെ ആശയങ്ങൾ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞൊരു 30 വർഷമായിട്ട് നടക്കുന്ന അട്രോസിറ്റീസ്, ആരാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആർക്കും അറിയില്ല. എങ്ങനെയാണ് ഈ തലപ്പത്തിരിക്കുന്നത് അറിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇലക്ടോറൽ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിനായിട്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള കുറച്ച് ആളുകളെ അതിൽ മെമ്പേഴ്സാക്കി അവർക്ക് വോട്ടധികാരം കൊടുത്തുകൊണ്ട് ഈ അട്രോസിറ്റീസ് നടക്കുന്നു. ഓക്കെ, യു ഡു ഇറ്റ്. ബട്ട് മൈ കൺസേൺ ഈസ് ദാറ്റ് സോ മെനി കോളേജസ് ഈ ഒരു സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ സമുദായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. NSS ഹിന്ദു കോളേജ് എന്നാണ്. അതിനകത്ത് വെറും നായന്മാർക്ക് മാത്രമുള്ളതല്ല, അത് ഹിന്ദുക്കൾക്കും കൂടി ഉള്ളതാണെന്നുള്ളത് ആ ബോർഡ് പോലും എഴുതി വെച്ചിട്ടില്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഈ നായരെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, നായരായാലും ശരി, SNDP ആണെങ്കിലും ശരി, ഇവരെല്ലാവരും നടത്തുന്ന അത് ആ സമുദായത്തിന് വേണ്ടി നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അന്നത്തെ ആചാര്യൻ്റെ ആ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് NSS ഹിന്ദു കോളേജ്, അതിനകത്ത് എല്ലാ ഹിന്ദുക്കൾക്കും ഏത് ജാതിക്കാർക്കും പെർമിഷൻ ഉണ്ട്. പക്ഷെ അതിനെപ്പോലും നെഗ്ലക്ട് ചെയ്തുകൊണ്ടായിരുന്നു ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. ഇന്ന് നിങ്ങൾ ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒറ്റപ്പാലത്തെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ കോളേജിൽ വിസിറ്റ് ചെയ്യുകയുണ്ടായി. കാട് പിടിച്ച് കിടക്കുന്ന ഏക്കറോളം കിടക്കുന്ന സ്ഥലങ്ങൾ, ഇതിന് ഒരു വിധത്തിലും ഒരു മെയിൻ്റനൻസും ചെയ്യുന്നില്ല. ശുചിത്വം എന്ന് പറയുന്ന ഏഴാലത്തൂടെ പോയിട്ടില്ല. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്രയും ഫണ്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആ കുട്ടികൾക്ക് അന്തസ്സോടുകൂടി പറയാം ഞാൻ ഇന്ന NSS കോളേജിൽ പഠിക്കുന്നു എന്ന് പറയാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. എന്തിന്? പെരുന്നയിൽ പോലും ഇവരുടെ ആസ്ഥാനത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. സോ ഒരു വിധത്തിലും ഈ സമുദായത്തിൽ നിന്നുള്ള ജനസമുദായത്തിൽ ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഭരണമാണ് ഈ മുന്നോട്ട് പോകുന്നത്. അതിന് എന്തെങ്കിലും ഒരു അറുതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു പുതിയ ഒരു രൂപീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. ഈ സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയെ തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ, തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ, അദ്ദേഹം തന്നെ മര്യാദയ്ക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അദ്ദേഹം ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഇതിനൊരു ബദൽ വേണം എന്നുള്ള രീതിയിൽ ഇപ്പം ഇങ്ങനെ സംഘടനയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു വിധത്തിൽ ഇൻട്രസ്റ്റ് ചെയ്തു ഒരു നായർ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംസാരം എന്ന് മാത്രം. അതിനു വേണ്ടിയിട്ട് എന്നോട് വരാൻ പറഞ്ഞതുകൊണ്ടും ശരി, ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും പല രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്തിരിക്കും. അതിൻ്റെ ആദ്യം ഒരു തുടക്കം എന്ന രീതിയിൽ നമുക്ക് ഇത് തുടങ്ങി വെക്കുന്നത്, ഇന്നും മന്നത്താചാര്യൻ്റെ ആ പ്രതിമയുടെ മുന്നിൽ പോയിട്ട് ഒരു പുഷ്പാർച്ചന നടത്തണമെങ്കിൽ പോലും പെർമിഷൻ വാങ്ങിക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ശരി, പെർമിഷൻ എന്തുകൊണ്ട് ആർക്ക് കൊടുത്തില്ല? നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. സുരേഷ് ഗോപി പോയപ്പോഴും അല്ലെങ്കിൽ പലരും പോയപ്പോൾ എന്തിനു നീണ്ട ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി പോലും വന്നപ്പം അദ്ദേഹം പെർമിഷൻ കൊടുത്തില്ല. പ്രധാനമന്ത്രിയോട് വന്നിറങ്ങിയ സമയത്ത് അവിടെ പോയിട്ട് പോലും ഒരു ബൊക്കെ കൊടുത്തില്ല. അപ്പം ഇങ്ങനെയുള്ളത് അത് ആരാണ് ഏത് പാർട്ടി എന്നല്ല. പിന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയെ പോലും അവഹേളിച്ച് സംസാരിക്കത്തക്ക രീതിയിലുള്ള അഹംഭാവം കാണിച്ചതുകൊണ്ടാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തെ അവനെന്ന് പറഞ്ഞ് സംബോധന ചെയ്തിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങളൊന്നും അത് നായർ സമുദായത്തിന് യോജിച്ചതല്ല. ആ ചില ആഠ്യത്വങ്ങളും നിങ്ങൾ വെച്ചോളൂ, പക്ഷേ അഹംഭാവം നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. ഇതിനോടൊക്കെയാണ് ഞാൻ എതിർക്കുന്നതും. ഇവരുടെ കൂടെ നിൽക്കാനും ഇവരുടെ മുന്നിൽ നിൽക്കാനും ഞാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ മുന്നോട്ടുള്ള പോക്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഇത് ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടി. എത്രയോ കോളേജുകൾ ഇപ്പോൾ വിൽക്കപ്പെട്ടിരിക്കുക. അയ്യപ്പാസ് കോളേജ് ഇപ്പോൾ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഇങ്ങനെ പലതും വിറ്റ് തള്ളുകയാണ്. ആരാണ് ഈ താഴത്ത് സൈൻ ചെയ്തിരിക്കുന്ന? ഒറ്റ ആളാണ്. അതിനൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചറോ ഒന്നും കാണുന്നില്ല. ഈ കേസുകൾ ഇപ്പം 190 പ്രാവശ്യം മാറ്റിവെച്ചിരിക്കുന്നത്. അതെന്താണ് മാറ്റിവെക്കുന്നത്? എന്തുകൊണ്ടാണ്? NSSന് പ്രതികൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരില്ലെന്ന് കാണുന്ന സമയത്താണ് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ അതിന് വിധിക്ക് വേണ്ടി അല്ലെങ്കിൽ കേസിന് പോയിട്ട് അത് ആ ഡേറ്റ് വാങ്ങിക്കുന്നില്ല? അപ്പം തന്നെ അറിയാം അവർ ചെയ്തിരിക്കുന്നതെല്ലാം നിയമത്തിന് നിരക്കാത്തതാണെന്നുള്ളത്.
അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും ഈ സമുദായത്തിന് ന്യായം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിരിക്കും. ഐ എക്സ്പെക്ട് ഓൾ യുവർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിനെതിരെ പല സംഘടനകൾ, പല സമിഷ സമിതികൾ വന്നിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഘടനയല്ല. ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിചാരിക്കും. എവിടെ നിന്നായിരുന്നു വന്നത്? ഓക്കെ. ക്വസ്റ്റ്യൻ പ്ലീസ്. നേരത്തെ പല സംഘടനകൾ ഇങ്ങനെ NSS നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. സംരക്ഷണ സമിതിയുടെ പേരും പല പേരുകൾ. ഇത് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പൂർണ്ണമായും ശ്രീമാറിനായുടെ കയ്യിലുള്ള ഒരു സംവിധാനമാണ്. ഇതിനകത്ത് പല ഇപ്പൊ ചോദിച്ചത് കറക്റ്റാണ്. പലരും വന്നിട്ടുണ്ട് ഇതുപോലെ സമസ്ത നായർ സംഘടന അല്ലെങ്കിൽ പല സംഘടനകളുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ എവിടെയാണ് പ്രശ്നം വരുന്നത്, എന്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നത്, വെൻ ദ കറപ്ഷൻ ഓവർ റൂൾസ് അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യം. ഇവിടെയും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? NSSന്റെ ഇപ്പം മേലധികാരിയായിട്ടിരിക്കുന്ന ആളുടെ സ്വാർത്ഥ താല്പര്യത്തിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു പല സംഘടനകളും ഇതിനെതിരായിട്ട് വന്നിട്ട് പിന്നീട് ആ നിൽക്കുന്ന ആളുകളുടെ സ്വാർത്ഥ താല്പര്യം, അവർക്ക് എങ്ങനെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്ന് നോക്കിക്കൊണ്ട് വരുന്ന ഒരു സ്വാർത്ഥ താല്പര്യത്തിലാണ് ഇതെല്ലാം ഛിന്നഭിന്നമായിട്ട് പോയിരിക്കുന്നത്. ഞാനും ഇതിനകത്തൊരു ഭാഗമായിരുന്നു. നിലമ്പൂർ മഞ്ചേരി പിള്ളച്ചേട്ടൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനത്തിൽ 6000 ചിലരും ആളുകളെ സംഘടിപ്പിച്ച് ഞങ്ങൾ എറണാകുളത്ത് നടത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് എല്ലാം നടന്ന് അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പ്രശ്നമുണ്ടാക്കി, അതും ഛിന്നഭിന്നമായി പോയി. സോ ഇവിടെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്, ഞാൻ പോലും പറഞ്ഞു എനിക്കൊരു അധികാരമോ അല്ലെങ്കിൽ എനിക്ക് ഒരു വിധത്തിലുള്ള പവർ ഉണ്ടെത്തല്ല, ഞാൻ മുന്നിൽ നിൽക്കാൻ നിങ്ങൾക്ക് എന്ത് രീതിയിലും വേണമെങ്കിലും. ഇവിടെ സ്വാർത്ഥതയില്ലാത്ത ആളുകളെ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതിപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യം, ആ ചോദ്യം ഇവർക്ക് എല്ലാവർക്കുമുള്ളൊരു ചോദ്യമാണ്. അതെന്തുകൊണ്ടത് ഛിന്നഭിന്നമായി പോയെന്നുള്ളതിൻ്റെ കാരണം ഇതായിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങളായിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇൻഡിവിജ്വൽസിൻ്റെ അധികാരമോഹം. ഇവിടെ ഇപ്പോൾ അതാണ് നടക്കുന്നത്. ആ അധികാരമോഹിയെ എങ്ങനെയെങ്കിലും താഴ്ത്തിറക്കിയിട്ട് വേണമെങ്കിൽ ഈ സമുദായത്തിന് ഒന്നിച്ചു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് വേണ്ടത്. ആൻഡ് ഐ എക്സ്പെക്ട് മുന്നിൽ നിന്നുകൊണ്ട് അത് ലീഡ് ചെയ്യാൻ സാധിക്കും. ആ സ്വാർത്ഥതയില്ലാതെ, കാരണം എനിക്കൊരു പൊസിഷൻ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളവരെ കൊണ്ട് നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കും. ഒറ്റ ഉത്തരമേ വേണ്ടൂ, ഈ ബൈലോ എന്താണ്, അതിൻ്റെ കേസ് എന്തുകൊണ്ട്, ആ ബൈലോ മാത്രം പുറത്തോട്ട് വരുത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംരംഭം. ഈ ബൈലോ 190 പ്രാവശ്യം ഈ കേസ് മാറ്റിവെക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കുന്നതെല്ലാം തെറ്റാണെന്നുള്ളതും ഇവരെല്ലാം നിയമത്തിനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ട് മാത്രമാണ്. ആ പേടി മാറ്റണമെങ്കിൽ അതിനാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു ലോയർ കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ദാറ്റ് വി വിൽ ഡു ഇറ്റ്. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് വെൻ യു സ്റ്റാർട്ട് സംതിങ് ഡെഫിനറ്റ്ലി ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതുണ്ടായിരിക്കും. ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളത് പോലെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. സ്വയം ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ വരുന്ന ശുദ്ധീകരിക്കപ്പെടും എന്ന് സുരേഷ് ഗോപി പറയുന്നു. തൊട്ട് പിന്നാലെ ഉപരാഷ്ട്രപതി വിഷയം ചൂണ്ടിക്കാണുന്നു. അങ്ങനെ വരുമ്പോൾ മേജർ രവിയിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് വേറൊരു രാഷ്ട്രീയ ചായ വരുന്നത്, രാഷ്ട്രീയ ചൂട് വരുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല അതിനകത്ത്. ഞാൻ വെറും ഒരു നായരായി വന്നിരിക്കുന്നതാണ്. കാരണം എൻ്റെ സ്ഥലത്ത്, കൂറ്റനാട് എന്ന സ്ഥലത്ത് ഞാനെല്ലാം ആരാധിച്ചിരുന്ന ഗംഗാരം വൈദ്യർ അദ്ദേഹം ഇന്നില്ല. അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത് വിട്ടുള്ള 40 ഏക്കർ സ്ഥലം ഞങ്ങൾ എല്ലാവരും കൂടെ, എൻ്റെ അച്ഛനും അതിനകത്ത് 40 രൂപ മറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വാങ്ങിച്ച് 40 ഏക്കർ സ്ഥലം 1973 വാങ്ങിച്ചിട്ട് കോളേജിന് വേണ്ടിയിട്ടായിരുന്നു ആ തൃത്താല സൈഡിൽ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു കൊടുത്തത്. അതിനെയാണ് ഇദ്ദേഹം കഴിഞ്ഞൊരു 15 വർഷം മുന്നേ 10 ഏക്കർ ഒരു കോറിക്കാർക്ക് വിറ്റു കൊടുത്തത്. അതിൻ്റെ പേരിലായിരുന്നു ഞാൻ ആദ്യമായിട്ട് പിന്നെ ഗംഗാരം വൈദ്യരെ കണ്ടതും. ഗംഗാരേട്ട എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കണ്ണ് നിറഞ്ഞൊന്നും എൻ്റെ മനസ്സിനകത്ത് നിൽക്കുന്നുണ്ട്. അവിടെ അന്ന് ഞാൻ BJP-കാരനും അല്ല കോൺഗ്രസ്സുകാരനും ഒരു രാഷ്ട്രീയവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. അന്ന് ഞാൻ ഈ NSSന് അഗൻസ്റ്റ് സംസാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഗംഗാരം വൈദ്യർ എന്ന് പറഞ്ഞ 80 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് എന്താണെന്നറിയോ? രവി, ഞാനിവിടെ പെരുന്നയിൽ പോയിട്ട് നമ്മുടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ള അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറയാൻ, താൻ ആദ്യം എന്നോട് പറഞ്ഞു, താനെന്ന് പറഞ്ഞു. അദ്ദേഹത്തെക്കാൾ എനിക്ക് വയസ്സ് കൂടുതലുണ്ട്. എന്നോട് പറഞ്ഞു, താൻ ആദ്യം പോയി ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കേസ് വിഡ്രോ ചെയ്യും ആ കോറിക്ക് അഗൻസ്റ്റുള്ളത്, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അപ്പം ഇത്രയധികം ഇൻസൾട്ടുകൾ സഹിച്ചിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിടുന്നത്. അല്ലെങ്കിൽ ഞാനൊരു പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയുടെ ഒരു വിധത്തിലുള്ള അജണ്ടയും ഇതിനകത്ത് ഞാൻ കയറ്റുന്നില്ല. ഞാനും ഇപ്പോൾ ഇലക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിലും NSSൻ്റെ അടുത്ത് പോയിട്ട്
എനിക്ക് വോട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ജാതി മത ഭേദമില്ലാതെ ഞാൻ വോട്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ 19,000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ ഒരു വിധത്തിലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവിടെ. അപ്പൊ ഇവിടെയും രാഷ്ട്രീയമില്ല ഇതിനകത്ത്. ഇതെന്റെ സമുദായത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിപ്പാണ്. അതിനകത്ത് ഞാൻ സമുദായത്തിന് വേണ്ടി സംസാരിക്കും. അവിടെ ഞാൻ രാഷ്ട്രീയം കൊണ്ടുവരില്ല, അതൊരു ഉറപ്പാണ്. അതിന്റെ ഉത്തരം നല്ല എക്സ്പെർട്ട് ആയിട്ടില്ല. ഈ നായർ സർവീസിന്റെ ചട്ടക്കൂട് അനുസരിച്ച് അത് കമ്പനി നിയമം അനുസരിച്ചാണ് ചങ്ങനാശ്ശേരി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കമ്പനി നിയമം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഇച്ഛയ്ക്കൊത്ത സംഘടനയെ ചലിപ്പിക്കുന്നതിന് വേണ്ടി ROCക്ക് കൊടുക്കുന്നതിന് പകരം ആനുവൽ റിപ്പോർട്ടുകളെല്ലാം വഞ്ചിയൂരിയിരിക്കുന്ന സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥന്റെ കൊടുത്താൽ മതി എന്ന് കേരളത്തിലുള്ള അന്നത്തെ ഗവൺമെന്റുകൾ തീരുമാനിച്ചതനുസരിച്ച് ചങ്ങനാശ്ശേരിയിൽ എന്ന് പമ്പര വിഡ്ഢിത്തരം എഴുതിക്കൊണ്ട് ഈ വഞ്ചിയൂർ ഓഫീസിൽ കൊടുത്താലും അത് സ്വീകരിച്ചു. ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടണം. ആ റിട്ടേണിൽ എഴുതിയിരിക്കുന്നതിൻ്റെ കോപ്പിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ പുസ്തകത്തിൽ അതിൽ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അത് തന്നെ 6 മാസം കഠിന തടവ് കിട്ടാൻ പറ്റിയതാണ് പുതിയ 2013 കമ്പനി നിയമം അനുസരിച്ച്. എന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർ കൊടുത്തിരിക്കുന്ന റിട്ടേണുകൾ പലതും ക്രിമിനൽ കുറ്റങ്ങൾ അടങ്ങിയതാണ് പുതിയ കമ്പനി നിയമം 2013. പക്ഷേ ഹൈക്കോടതിയിൽ 3 കേസുകളുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. ഞാനും ഒറ്റപ്പാലത്തെ പ്രൊഫസർ VP ഹരിദാസ് ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസ് 93 പ്രാവശ്യം മാറ്റിവെച്ചതും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല. എറണാകുളത്തെ ഏറ്റവും പ്രബലമായ ഹൈക്കോടതിയെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വക്കീൽ ഗ്രൂപ്പിനെ മൊത്തത്തിൽ എടുത്തിട്ട് ഈ കേസുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഈ കേസ് കൊടുത്ത ആളുകളുടെ കാലമൊക്കെ കഴിയുന്നവരെ ഇത് പോവും. പിന്നെ ഇത് ചട്ടക്കൂട് അനുസരിച്ച് ശരിക്കും സുകുമാരൻ നായരും പണിക്കരും കൂടി ഇതിൻ്റെ ബൈലോസ് എല്ലാം നിരന്തരമായി അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ കരയോഗത്തിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഇലക്ടറൽ റോൾ മെമ്പറാണ്. കരയോഗങ്ങൾ സ്വയംഭരണം ഉള്ളതാണെന്ന് എല്ലായിടത്തും ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. പക്ഷെ ഒരു സ്വയംഭരണവും ഇല്ല. സുകുമാരൻ നായർ ശമ്പളം കൊടുക്കുന്നതായിട്ടുള്ള യൂണിയൻ സെക്രട്ടറിമാരെ അല്ലെങ്കിൽ യൂണിയനിലെ ഒരു അഡീഷണൽ ഇൻസ്പെക്ടറിന്റെ സാഹചര്യത്തിൽ മാത്രമേ കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടുള്ളൂ. റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കാര്യങ്ങൾ അംബാനി പറയുകയാണ്, എൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വേണം നിന്റെ വീട്ടിൽ. നീ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിലും അംബാനിയുടെ ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അംബാനിയാണ് എന്ന് പറയുന്നത് മാതിരിയാണ് NSSലെ കാര്യങ്ങൾ നടക്കുന്നത്, പച്ചയ്ക്ക് പറഞ്ഞാൽ. കാരണം ഒരു കരയോഗത്തിൽ ഏത് വ്യക്തി എന്നെ അനുകൂലിക്കുന്നവനെ മാത്രമേ പറഞ്ഞു വിടാവുള്ളൂ. അതും ഇതിൻ്റെ ബൈലോ അമെൻഡ് ചെയ്ത ശേഷം ഈ 6000-ഓളം വരുന്ന കരയോഗത്തിൻ്റെ മുഴുവൻ പ്രതിനിധികളും ചേർന്നതായിരിക്കണം ഇതിൻ്റെ ജനറൽ ബോഡി. അതിന് പകരം 16 കരയോഗങ്ങൾക്ക് ഒരു പ്രതിനിധി വെച്ച് ചങ്ങനാശ്ശേരിയിൽ രാജ്യസഭ മാതിരി 300 പേരെന്ന് വെച്ചിരിക്കുക. അത് മിക്കവാറും മക്കൾക്കോ മരുമക്കൾക്കോ എണ്ണി പറയാവുന്ന മന്ത്രിമാരുടെ എല്ലാം ഭാര്യമാർ NSC ജോലിക്കാരാണ്. അതിൻ്റെയൊക്കെ കാരണം എവിടെ നിന്നൊക്കെ ഒബ്ജക്ഷൻ വരുമോ അവരുടെ ഭാര്യമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ജോലി കൊടുക്കും. ഒരു PSC കയ്യിലിരിക്കുക. ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കേസൊക്കെ തീർക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുക്കൾക്കും വേണേൽ ജോലി തരും. അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ VP ഹരിദാസും വിനോദ് കുമാർ ഇവർ രണ്ടുപേരുമാണ് തുടങ്ങി വെച്ചത്. അവന്മാരെ പിടിക്കാൻ ഒരു വഴിയില്ല, ഞങ്ങളെ പിടിക്കാൻ ഒരു വഴിയില്ല. കാരണം കോടതിയിലെ വക്കീലന്മാർക്ക് കോടികൾ കൊടുത്തും കേസ് സ്വാധീനിക്കാം. ആ കേസ് ഇനിയും അനന്തകാലം നീട്ടിക്കൊണ്ടുപോകും. ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളുടെ പേരിൽ വേറൊരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിൽ വർണ്ണിക്കുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഈ സംഘടനയുടെ ചട്ടക്കൂടിനെ എൻ്റെ കസേര ഉറപ്പിക്കത്തക്ക തരത്തിൽ സുകുമാരൻ നായർ പല വട്ടം അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കമ്പനിയൊന്നും നോക്കാറില്ല, കമ്പനിയുടെ കാര്യങ്ങളും നോക്കാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് കമ്പനി നിയമത്തിൽ ഇല്ലാത്ത കാര്യമാണ്. അതൊരു കോടതിയിൽ പറയുമ്പോൾ പറയും ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കമ്പനി നിയമമാണ് ഞങ്ങൾക്ക് ബാധകം. ഹൈക്കോടതി വരുമ്പോൾ പറയും ഞങ്ങൾ വഞ്ചിയൂർ രജിസ്ട്രാറുടെ കയ്യിലാണ് കൊടുക്കുന്നത്. വഞ്ചിയൂർ രജിസ്ട്രാറുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന അബദ്ധ പഞ്ചാംഗങ്ങളുടെ കോപ്പി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. വിവിധ ഗവൺമെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. ചേർത്തല NSS കോളേജിൻ്റെ കാമ്പസിൽ നിന്ന് 11 ഏക്കർ ഭൂമിയിൽ നിന്ന്, ആ കോളേജ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയിലും മണൽക്കൂനകൾ നിങ്ങൾക്ക് കാണാം. ഒരു 2 ആൾ പൊക്കം 3 ആൾ പൊക്കത്തിൽ വെള്ള മണൽ കൂനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മുഴുവൻ മണൽ കൂനകളും രാത്രിയും പകലുമായിട്ട് അത് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിരിക്കുന്നത് സംഘടനയുടെ സീലില്ല, സംഘടനയുടെ എംബ്ലമില്ല, ഒന്നുമല്ല. ഇന്നടത്ത് വേണുവിൻ്റെ ഭാര്യ ശ്രീദേവിക്ക് 11 വർഷത്തേക്ക് മണൽ വാരുന്നതിന് അനുമതി നൽകിയിരിക്കുന്നു. എൻ്റെ വീട്ടിലെ വസ്തു നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു തടി വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത്ര 1000 രൂപയ്ക്കെന്ന്. റേറ്റ് പറഞ്ഞിട്ടില്ല, ക്വാണ്ടിറ്റി പറഞ്ഞിട്ടില്ല.
ഇതൊന്നും പറയാതെ സ്വന്തം വീട്ടിലെ കാര്യം ചെയ്യുന്ന പോലെ ചെയ്യുക. ഇതെല്ലാം ഏറാൻ മൂളുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സ്വന്തം മകനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുടുംബവാഴ്ചയുടെ ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കുടുംബവാഴ്ചയിലേക്ക് പോകാതിരിക്കാൻ ഇത് സമാജത്തിന് മുഴുവൻ ഗുണം ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മറിച്ചിടാൻ പറ്റുമെന്ന്. മറിച്ചിടാൻ അത്ര എളുപ്പമല്ല, കാരണം ബൈലോ ആ തരത്തിലെല്ലാം അമെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര എളുപ്പമല്ല. അതാണ് കോടതിയിൽ പോയത്. കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കമ്പനി നിയമം ബാധകമാണെന്നുണ്ടെങ്കിൽ ROC എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കൊടുക്കേണ്ടത്. കേസ് കേൾക്കുന്നില്ല, കേൾക്കാൻ അനുവദിക്കുന്നില്ല. അതാണ് അവസ്ഥ. അതെ, നാളെ നിങ്ങൾ വരിക. അതെ, നാളത്തെ ഞങ്ങളുടെ ബുക്ക് റിലീസിൽ പങ്കെടുക്കുക. വിശദമായ പറഞ്ഞതുപോലെ തന്നെ ഇത് പൊളിറ്റിക്കൽ ബേസ്ഡ് അല്ല. ഗണേഷ് കുമാർ, അതുപോലെ അനൂപ് ചന്ദ്രൻ, എല്ലാ പാർട്ടികളിലും ഉള്ള എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു നായർ എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നേരത്തെ മുതലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ് ഗസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ MC റോഡിൽ കൂടെ തന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ MG കോളേജ് എങ്ങനെ, മറ്റുള്ള കോളേജുകൾ എങ്ങനെ, നേരത്തെ അത് എങ്ങനെയായിരുന്നു. അതിനൊരു എക്സാമ്പിൾ തന്നെ ഉണ്ടല്ലോ. ഇലക്ഷൻ ബൂത്ത് കൊടുത്തപ്പോൾ NSSന്റെ ഒരു സ്കൂൾ ഇലക്ഷന്റെ ബൂത്തായിരുന്നു. ആ ബൂത്ത് പിന്നെ പെട്ടെന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ മരപ്പട്ടി എല്ലാം കൂടി വന്ന അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ഇലക്ഷൻ പോലും കണ്ടക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. മരാമത്തുകളൊന്നും നടക്കുന്നില്ല. സാർ പറഞ്ഞതിന്റെ, അതായത് എത്ര ലക്ഷമായിരുന്നു സാർ? 8 ലക്ഷം രൂപ ഫൈൻ അടച്ചു ജിയോളജിയിൽ ഈ കരിമണൽ കട്ട് വിറ്റതിന്റെ പേരിൽ. അതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട്. ഈ കാര്യങ്ങളൊന്നും സമുദായത്തിന്റെ താഴേക്കിടയിലോട്ട് എത്തുന്നില്ല. രണ്ടാമത് പറഞ്ഞല്ലോ, ഓവർടേക്ക് ചെയ്യാൻ. ഇത് രണ്ട് ഇൻസിഡന്റേ ഉള്ളൂ. ഒന്ന് ഉത്തര കൊറിയയിലും 2 പെരുന്നയിലും. ഈ 2 സ്ഥാപനം ഇങ്ങനെയാണ്. എതിര് പറഞ്ഞാൽ ഇവിടെ ഔട്ട്, അവിടെ ഷൂട്ട്. ഇത് രണ്ടുമാണ് വ്യത്യാസം. അങ്ങനെ ഔട്ട് ചെയ്യുക എന്നത്, അത് നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു സമയത്തെ 70കളിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് ആലോചിച്ചു. എന്താണ് മറ്റുള്ള സംഘടനകളുടെ ആസ്തി? എന്താണ് സംഘടനയോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസോ എടുത്തോളൂ. അത് NSS ഈ സുകുമാരൻ നായർ കയറിയതിനു ശേഷം പടവലങ്ങ മാതിരിയാണ് വളരുന്നത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങേരുടെ കുടുംബത്തിൽ 2 ആൺമക്കളും 2 പെൺമക്കളും അവരുടെ മക്കളും എല്ലാവരും കൂടി ചേർന്നാണ് നായർ സർവീസ് സൊസൈറ്റിയിലെ ജോലി. അതിന് ഐ ബെറ്റ് യു, ഞാൻ ഒരു അവസരത്തിൽ തമാശ എന്ന രൂപയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരു വളർത്തുനായ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും പെരുന്നെ കൊണ്ടുപോയി നിർത്തി സെക്യൂരിറ്റിയുടെ പൈസ എഴുതി മേടിച്ചു. അതുപോലെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. കരയോഗങ്ങൾ പെരുന്ന, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി അല്ലെ വാഴപ്പള്ളി, നായർ സർവീസ് സൊസൈറ്റിയിൽ കൊടുത്തിട്ടുള്ള ജോലികളുടെ ഒരു പെർസെന്റേജ് എടുക്കുക. മലബാർ സൈഡിലോട്ടുള്ള ദരിദ്ര നായന്മാർ എത്രയോ ഉണ്ട്, ഒരു ജോലി, നെവർ എവർ. അപ്പം ഈ ഒരു കൺസെപ്റ്റ് വെച്ച് എന്തുകൊണ്ടാണ് ഓവർത്രോ ചെയ്യാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പം ഇതിനു മുമ്പുണ്ടായിരുന്നു, അത് ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ദേവൻ രാമചന്ദ്രൻ ഐ സപ്പോസ് വേണ്ട. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത്, സാർ പറഞ്ഞില്ലേ, ഒരു ലോക്കൽ പബ്ലിക് സർവീസ് കമ്മീഷൻ പുള്ളിക്കാരുണ്ട്, കുറച്ച് വേക്കൻസി ഉള്ളെങ്കിൽ പോലും അവിടെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. കണക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ NSSന്റെ ബഡ്ജറ്റ്? ആർക്കെങ്കിലും അറിയാമോ? അത് വെളിയിൽ വിടില്ല. കിടങ്ങൂർജി പോയതിനു ശേഷം അവർ 2 വർഷത്തേക്കെന്നും പറഞ്ഞാണ് കയറിയത്. അതിനുശേഷമുള്ള ഒരു ഉപജാപക സംഘം. അതുപോലെ അറിയാവുന്നവർക്കറിയാം, പെരുന്നയില് ഈ പ്രശ്നം ഉണ്ടാകുമ്പം NSSന്റെ ഹെഡ്ക്വാർട്ടറിന്റെ മൂലയ്ക്ക് ഒരു തീപിടുത്തം, പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഒക്കെ പോയി, ഷോർട്ട് സർക്യൂട്ട്. ഇതാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇതിനെല്ലാം തെളിവുകളുണ്ട്. അതെല്ലാം കമ്പയർ ചെയ്ത് കന്യാകുമാരിയിലെ സ്ഥലം വിറ്റു, ഉദയവും അസ്തമയവും കാണാവുന്ന ഒരു പ്രൈം ലൊക്കേഷൻ വിറ്റപ്പോൾ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിരുന്നു പ്രൊഫസർ വിനോദ് കുമാർ സാറ് ജസ്റ്റ് പ്രസിഡന്റിനോട് ചെവിയിൽ ചെന്ന് ചോദിച്ചതേ ഉള്ളൂ, സാറേ എന്തിനാണ് നമ്മളത് വിറ്റ് തുളയ്ക്കുന്നത്? പിന്നെ കിട്ടില്ലല്ലോ. പിറ്റേ ദിവസം ഔട്ട് വിനോദ് കുമാർ സാർ ഫ്രം ഡയറക്ടർ ബോർഡ്. അപ്പൊ അറിയാമല്ലോ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ പോകുന്നുള്ളത്. അല്ലാതെ നമുക്കാർക്കും യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. നായരായി പോയത് കൊണ്ട് മാത്രം ആ ഒരു ഫീലിംഗ്, അല്ലാതെ അതിനകത്ത് വേറെ യാതൊന്നുമില്ല. ഇതിനകത്ത് രണ്ടാമത് പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് ഓർഗനൈസേഷൻ ഇതിന് വന്നു. അത് സുകുമാരൻ നായർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഓർഗനൈസേഷൻ ആണ്. കാര്യം എന്ത് ക്വസ്റ്റ്യൻസ് കോടതിയിൽ വന്നാൽ പോലും ഒറ്റ ആൻസറേ ഉള്ളൂ, അവർ നായരല്ല, നായരുടെ ഓർഗനൈസേഷൻ NSS അല്ല. അപ്പൊ NSS അല്ലാത്തവർക്ക് NSSനെ വിമർശിക്കാൻ പറ്റും. അപ്പം വേറെ ഓർഗനൈസേഷൻ പച്ച പിടിക്കാത്തതിന്റെ ഒരേ ഒരു കാരണം അതാണ്. ഐ തിങ്ക് ഐ ഗേവ് ദ ആൻസർ റൈറ്റ്ലി. അതുകൊണ്ട് NSS പച്ച പിടിക്കത്തില്ല, വേറൊരു ഓർഗനൈസേഷനാണ്. അപ്പൊ ഒരു വിമർശിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് എന്താണ്, അത് NSS അല്ലല്ലോ,
അത് സമസ്തയല്ലേ, അല്ലെങ്കിൽ അത് വേറെന്തെങ്കിലും ഓർഗനൈസേഷൻ അല്ലേ എന്ന് പറഞ്ഞുള്ള വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ആവുക. ഞങ്ങൾ നിൽക്കുന്നത് NSS തന്നെ, നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ തന്നെ. ഞങ്ങൾ അല്പം സമയം എടുക്കുമായിരിക്കും, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ മെസ്സേജ് ലോവർ ലെവലിൽ കരയോഗങ്ങളിൽ ചെല്ലും. എല്ലാവർക്കും ഞാൻ ബെറ്റ് ചെയ്യുകയാണ്, ഒരാളെങ്കിലും നിങ്ങളൊന്ന് പറയാമോ ഈ ജനറൽ സെക്രട്ടറി അനുകൂലിച്ച് സംസാരിക്കുന്നു? അതിനകത്ത് ഡയറക്ടർ ബോർഡിലുള്ളവർ മാത്രം നേരെ ചെന്നിട്ട്, അത് മേജർ രവി സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം അവിടെ ചെയ്താൽ മതി. ഡയറക്ടർ ബോർഡിൽ മാക്സിമം സീക്രട്ട് ഇലക്ടറേറ്റ് നടത്തുക, രഹസ്യ ബാലറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ ഔട്ടാവും. എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരൻ നായരുടെ മുന്നിൽ കൈ പൊക്കാനായിട്ട് അല്പം പ്രയാസം. അതാണ് അവിടുത്തെ പ്രശ്നം മെയിൻ ആയിട്ടുള്ളത്. ഒരു സീക്രട്ട് രഹസ്യ ബാലറ്റിലൂടെ ആണെങ്കിൽ തീരുമാനങ്ങൾ കുറച്ച് പുറത്തു വരും. അതുപോലെ ഒരു വൈറ്റ് പേപ്പർ ഇടുക, ഞാൻ കയറിയതിനു ശേഷം ഇത്ര ഓർഗനൈസേഷൻ ഉണ്ടായി, എത്ര റൂമുകൾ ഉണ്ടായി, എത്ര കോളേജുകൾ ഉണ്ടായി, അല്ലെ സ്കൂൾ ഉണ്ടായി, നോ നെവർ, ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് മീഡിയയെ വിളിക്കാത്തത്. പ്രധാനമന്ത്രി, നമ്മൾ രാഷ്ട്രീയമല്ല നോക്കുന്ന, പ്രധാനമന്ത്രി അവിടെ ആ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും പോയി ഒരു പൂച്ചണ്ട് കൊടുക്കാമായിരുന്നു. വേറെ ഫംഗ്ഷൻ ഒന്നും വേണ്ട. അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് വാട്ട് എവർ ഇറ്റ് മേ ബി, എന്തിന് മന്നത്തിന്റെ കൊച്ചുമകനെ പോലും അവിടെ പുഷ്പാർച്ചനയ്ക്ക് അനുമതി കൊടുത്തില്ല എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകൻ ചോദിക്കുകയുണ്ടായി ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ എന്താണ് തടസ്സമെന്ന്. തടസ്സം മെയിനായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ഈ 4 എസ്റ്റേറ്റുകളിൽ ഏതെങ്കിലും എസ്റ്റേറ്റ് സത്യത്തിന് വേണ്ടി ഒരു തൂലികയിൽ ഒരു തുള്ളി മഷി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. ജുഡീഷ്യറി, അതുപോലെ തന്നെ മാധ്യമങ്ങൾ, ഇങ്ങനെ ഈ 4 എസ്റ്റേറ്റുകൾ, അതായത് നെടും തൂണുകൾ, ജനാധിപത്യത്തിന്റെ 4 തൂണുകളിൽ ഏതെങ്കിലും ഒരു തൂണെങ്കിലും ഒരു തുള്ളി മഷി ഈ പ്രസ്ഥാനത്തിന്റെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ കുറിച്ച് എഴുതാൻ തയ്യാറായാൽ ഇത് ഓവർകം ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ 1717 എന്ന് പറയുന്ന ഒരു കേസ് നമ്പറാണ്. ആ കേസ് നമ്പർ 83 പ്രാവശ്യം, അതായത് പെരുന്ന NSSൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ തിരഞ്ഞെടുപ്പുകളാണെന്നും ഈ കമ്പനി ആക്ടിനെ കുറിച്ചുള്ള എല്ലാ സത്യസന്ധമായ വിഷയങ്ങളും അവതരിപ്പിച്ചുകൊണ്ടൊരു കേസാണ്. നാം ചിന്തിക്കണം, നമ്മുടെ ജുഡീഷ്യറിയോട് വളരെ ബഹുമാന പുരസ്സരം കാലിൽ തൊട്ട് അപേക്ഷിക്കുകയാണ്. സമുദായ നേതാക്കന്മാരെ സംബന്ധിക്കുന്ന കേസുകൾ കേൾക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ദയവ് ചെയ്ത് ഈ ആറ്റിറ്റ്യൂഡ്, ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ജുഡീഷ്യറിയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാവും. സമുദായ നേതാക്കൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന ഏതെങ്കിലും ഒരു കേസ് ഇന്ന് വരെ ഏതെങ്കിലും കോടതി കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ജനാധിപത്യം എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും ഞങ്ങൾ വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാര്, ജഡ്ജിമാർ എല്ലാവരോടും ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു കേസ് ഇന്ന് വരെ ഹൈക്കോടതിയിലായിക്കോട്ടെ എന്തുകൊണ്ടത് കേൾക്കാൻ തയ്യാറാകുന്നില്ല? അപ്പൊ പിന്നെ നമ്മൾ ഇതേക്കുറിച്ച് ഒരു തുള്ളി മഷി, അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും എന്തുകൊണ്ട് ഈ കേസുകൾ നിരന്തരം മാറ്റിവെക്കുന്നു, എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് ഒരു തുള്ളി മഷി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എന്തുകൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നുള്ള ചോദ്യത്തിന് കുറച്ചൊക്കെ ഉത്തരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം.